സാമുവേൽ കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ എന്ന് സാവൂൾ രാജാവ് പറയുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സാമുവേൽ കണ്ടെത്തിയ ഒരു കർഷകനാണ് സാവൂൾ രാജാവ്. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുവർത്തിക്കുവാൻ കടപ്പെട്ടവനാണത്. ഈ അവസരത്തിൽ സാമുവേൽ വന്ന് സാവൂളിനോട് പറയുകയാണ്, അമലേക്യരെ എല്ലാം കൊന്നുകളയണമെന്ന്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ തിരിച്ചു പോരുമ്പോൾ അമലേക്യരാണ് ഇസ്രായേൽക്കാരെ തടഞ്ഞത്. സർവ്വജീവജാലങ്ങളെയും സർവ്വജീവികളെയും ആടുകളെയും മാടുകളെയും കൊന്നുകളയുവാൻ ദൈവം ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി അനുസരിക്കാതെ നല്ല ആടുകളെയും മാടുകളെയും എല്ലാം സാവൂളിന്റെ അനുചരന്മാര് തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന്റെ വചനം കേൾക്കാത്തത് കൊണ്ട് സാവൂളിന് നൽകിയ രാജപദവി തിരിച്ചെടുത്തുകൊണ്ട് ദാവീദിന് നൽകുകയാണ്. തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ സാവൂൾ പറയുന്നുണ്ട്, അങ്ങ് എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കണം. സാമുവേൽ അതിന് തയ്യാറായില്ല. അത് ദൈവത്തിന് ഇഷ്ടമല്ല. കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ സാമുവേൽ കൂടെ വരില്ല എന്നാണ് പറയുന്നത്. ഉത്തമനായ ഒരുവന് രാജ്യത്വം കൊടുത്തിരിക്കുന്നു എന്ന് സാവൂളിനോട് പറയുന്നുണ്ട്. സാവൂളിനെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു, കർത്താവ് ദുഃഖിച്ചു എന്നാ പറയുന്നത്. ഈ അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം, ദൈവവചനം അതിൻ്റെതായ അർത്ഥത്തിൽ പൂർണ്ണമായി അനുഷ്ഠിക്കാൻ കടപ്പെട്ടവരാണ്. ദൈവം നൽകിയിരിക്കുന്ന പദവിയും സ്ഥാനങ്ങളും എല്ലാം ആ പദവി അനുസരിച്ച് അതെല്ലാം ദൈവകൽപ്പനകളും ദൈവവചനവും അനുസരിച്ച് പോകുവാനായിട്ട് അനുവർത്തിക്കാൻ കടമയുണ്ട്. ഈ സന്ദേശമാണ് 1 സാമുവേല് 15-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വചനങ്ങൾ നമുക്ക് തരുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രദ്ധാപൂർവം ഈ വചനം കേൾക്കാം. 1 സാമുവേല് 15-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, തൻ്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിന്റെ വചനം കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേക്യരെ ശിക്ഷിക്കും. ആകയാൽ നീ പോയി അമലേക്യരെ എല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതുകൾ എന്നിവയെയും കൊന്നുകളയുക. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി തെലായിമായിൽ വച്ച് അവരെ എണ്ണി തിട്ടപ്പെടുത്തി. 2 ലക്ഷം കാലാൽപ്പടയും യൂദാഗോത്രക്കാരായ 10,000 പേരും ഉണ്ടായിരുന്നു. അനന്തരം സാവൂൾ അമലേക്യരുടെ നഗരത്തിൽ ചെന്ന ഒരു താഴ്വരയിൽ പതിയിരുന്നു. കേന്യരോട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അമലേക്യരോടൊപ്പം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി കൊള്ളുവിൻ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചല്ലോ. അങ്ങനെ കേന്യർ അമലേക്യരുടെ ഇടയിൽ നിന്ന് മാറി താമസിച്ചു. സാവൂൾ ഹിവില മുതൽ ഈജിപ്ത് വരെ ഈജിപ്തിനു കിഴക്ക് ഷൂർ വരെയുള്ള അമലേക്യരെയെല്ലാം സംഹരിച്ചു. അമലേക്യരുടെ രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടിച്ചു. ജനത്തെ അപ്പാടെ വാളിനിരയാക്കി. എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ, തടിച്ച മൃഗങ്ങൾ, കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായവയെ ഒക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. നിന്ദ്യവും നിസ്സാരവുമായവയെ അവർ നശിപ്പിച്ചു. കർത്താവ് സാമുവേലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. സാമുവേൽ കോപാകുലതനായി.
രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. സാവൂളിനെ പ്രഭാതത്തിനു മുമ്പേ കാണാൻ സാമുവേൽ നേരത്തെ എഴുന്നേറ്റു. എന്നാൽ സാവൂൾ കർമ്മലയിലെത്തി തന്നെ വിജയസ്തംഭം നാട്ടിയിട്ട് ഗിൽഗാലിലേക്ക് മടങ്ങിപ്പോയെന്ന് സാമുവേലിന് അറിവ് കിട്ടി. അവൻ സാവൂളിന്റെ അടുത്തെത്തി. സാവൂൾ പറഞ്ഞു, അങ്ങ് കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ. ഞാൻ കർത്താവിന്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, എന്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്കറയിടയിലും എന്താണ് അർത്ഥമാക്കുന്നത്? സാവൂൾ പ്രതിവചിച്ചു, ജനം അമലേക്യരിൽ നിന്ന് കൊണ്ടുവന്നതാണവ. നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ അവർ ആടുകളിലും കാളകളിലും നിന്നും നല്ലത് സൂക്ഷിച്ചു. ശേഷിച്ചവയെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിർത്ത്. സാമുവേൽ പറഞ്ഞു, കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞത് എന്തെന്ന് ഞാൻ അറിയിക്കാം. പറഞ്ഞാലും. സാവൂൾ പ്രതിവചിച്ചു. സാമുവേൽ ചോദിച്ചു, സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഇസ്രായേലിന്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. പിന്നീട് കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊണ്ടുപോയി പാപികളായ അമേലിക്കരെ എല്ലാം നശിപ്പിക്കുക, അവർ നശിക്കുന്നത് വരെ അവരോട് പോരാടുക എന്ന് നിന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ്? സാവൂൾ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വാക്ക് അനുസരിച്ചു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. അമലേക്യ രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അമലേക്യരെയെല്ലാം നശിപ്പിച്ചു. എന്നാൽ നശിപ്പിക്കപ്പെട്ട കൊള്ളവസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ എന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജനം ഗിൽഗാലിൽ നിന്ന് കൊണ്ടുവന്നു. സാമുവേൽ പറഞ്ഞു, തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹന ബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹ ആരാധന പോലെയും. കർത്താവിന്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. ജനത്തെ ഭയപ്പെട്ട അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു. കർത്താവിന്റെ കൽപ്പനകളെയും അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു. അതിനാൽ എന്റെ പാപം ക്ഷമിക്കണമെന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് അങ്ങ് എന്നോടുകൂടെ വരണമെന്നും ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു. സാമുവേൽ പറഞ്ഞു, ഞാൻ നിന്നോടൊത്ത് വരില്ല. നീ കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നതെന്ന് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സാമുവേൽ മടങ്ങിപ്പോകാൻ തിരിഞ്ഞപ്പോൾ സാവൂൾ അവന്റെ മേലങ്കിയുടെ വിളിമ്പിൽ പിടിച്ചു നിർത്തി. അത് കീറിപ്പോയി. സാമുവേൽ പറഞ്ഞു, ഇന്ന് കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് വേർപെടുത്തി നിന്നേക്കാൾ ഉത്തമനായ ഒരു അയൽക്കാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുതപിക്കുകയോ ഇല്ല. അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേലുടെയും മുമ്പിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ എന്നോടൊത്തു വരണമേ. സാമുവേൽ അവനോടുകൂടെ പോയി. സാവൂൾ കർത്താവിനെ ആരാധിച്ചു. അനന്തരം സാമുവേൽ കൽപ്പിച്ചു, അമലേക്യരുടെ രാജാവായ അഗാഗിനെ ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അഗാഗ് സന്തുഷ്ടനായി അവന്റെ അടുക്കൽ വന്നു. മരണം ഒഴിഞ്ഞു പോയല്ലോ എന്ന് ആശ്വസിച്ചു. സാമുവേൽ പറഞ്ഞു, നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതയാക്കിയതുപോലെ നിന്റെ അമ്മയും സന്താനരഹിതയാകട്ടെ. അനന്തരം സാമുവേൽ ഗിൽഗാലിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച് അഗാഗിനെ തുണ്ടമാക്കി. പിന്നീട് അവൻ റാമായിലേക്ക് പോയി. സാവൂൾ ഗിബയിലുള്ള തന്റെ വീട്ടിലേക്കും. സാമുവേൽ പിന്നീട് ഒരിക്കലും സാവൂളിനെ കണ്ടില്ല. അവനെ ഓർത്ത് സാമുവേൽ ദുഃഖിച്ചു. സാവൂളിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത തിരിച്ചു പോരുമ്പോൾ അമലേക്യർ ആ ജനത്തെ തടഞ്ഞല്ലോ. കർത്താവെ, അതിന് ശിക്ഷ കൊടുക്കുകയാണല്ലോ.
അവരുടെ രാജാവിനെയും അവരുടെ ജനത്തെയും ആടുമാടുകളെയും എല്ലാം നിശേഷം നശിപ്പിക്കാൻ സാമുവേലിലൂടെ സാവൂളിന് പ്രത്യേകമായി നിർദ്ദേശിച്ചല്ലോ. ദൈവമേ, ആ വചനം കേൾക്കാതെ സാവൂൾ പിടിച്ചുകൊണ്ടുവരുമ്പോൾ ഏറ്റവും ഹീനമായിട്ടുള്ളവയെ മാത്രം കൊന്നുകളഞ്ഞു. ആടുകളെയും മാടുകളെയും ദൈവത്തിന് ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. അങ്ങേക്ക് ബലിയർപ്പിക്കാൻ കൊണ്ടുവരേണ്ട വസ്തുക്കൾ നല്ലതായിരിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാതിരുന്നാൽ സാവൂളിൽ നിന്ന് തൻ്റെ രാജ്യത്വം എടുത്തു കളഞ്ഞതുപോലെ പിന്നീട് സാധാരണ മനുഷ്യനായി തീർന്നതുപോലെ ഞങ്ങളുമായി തീരും. വചനമനുസരിച്ച് ജീവിക്കാനും ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവം നൽകിയത് ഒന്നും നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പൗരോഹിത്യ ശുശ്രൂഷയും സന്യാസ ജീവിതവും മെത്രാൻ പദവിയിലുമുള്ളവര് അവരുടെ ജീവിതം ഏറ്റവും പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാകട്ടെ. പാപത്തിന്റെ വഴികളിൽ ചവിട്ടാതെ സ്നേഹത്തിന്റെ വഴികളിൽ പുഷ്പിക്കാൻ അവരെ പ്രാപ്തരാക്കണമേ. അൽമായർക്ക് സ്നേഹവും കൃപയും കൊടുക്കുന്ന മാതൃകാ പുരുഷന്മാരായി അവരെ മാറ്റണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും പ്രിയമുള്ളവരെ, 1 സാമുവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. വചനം അനുസരിക്കാനാണല്ലോ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. വചനം അനുസരിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്നേഹമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്നേഹപൂർവം, സണ്ണി പുൽപ്പറമ്പിൽ.